ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് മിഠായി പൊതിയുടെ ഒരു ജനസംഖ്യാ ദിന ക്വിസാണ്. യെസ്, പോപ്പുലേഷൻ ഡേ ക്വിസ്. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. റെഡിയാണല്ലോ? പോപ്പുലേഷൻ ദിന ക്വിസുമായി ബന്ധപ്പെട്ടുള്ള സ്വാഭാവികമായുമുള്ള ആദ്യത്തെ ചോദ്യം, എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ജൂലൈ 11. എന്നാ നിഷാൻ? ജൂലൈ 11. ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിവസം. എവിടെ? ആരുടെ ജനസംഖ്യ? ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിവസമാണ് ജൂലൈ 11. അതുകൊണ്ടാണ് ജൂലൈ 11 ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഏത് വർഷം ആണ് ലോക ജനസംഖ്യ ജൂലൈ 11 500 കോടി തികഞ്ഞത്? നിഷാൻ? 1987. ശരിയായ ഉത്തരം. നിബി? എങ്കിൽ 1987 ജനസംഖ്യയെ 500 കോടിയിൽ എത്തിച്ചുകൊണ്ട് ജനിച്ച ആ കുട്ടിയുടെ പേരെന്താണ്? മഡേജ് ഗാസ്പർ. നിഷാൻ എന്താണ് പറയേണ്ടത്? അത് മഡേജ് ഗാസ്പറിന്റെ പേര് പറയണമായിരുന്നു. ശരി, പറഞ്ഞോളൂ. വെരി ഗുഡ്, എക്സലന്റ് ആൻസർ നിഷാൻ. ഓക്കെ, 1987 അപ്പം 1987 ജൂലൈ 11 500 കോടി തികഞ്ഞു. 88 മുതൽ ദേശീയ ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങിയോ? ഇല്ല. പിന്നെ 1989 പ്ലാനിങ് ചെയ്തു ഇങ്ങനെ ഒരു ദിനം ആചരിക്കാന്ന്. 90 സഫലമാക്കി. 1989 ഐക്യരാഷ്ട്ര സംഘടന അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തിട്ട് 1990 ജനസംഖ്യാ ദിനം ആചരിച്ചു തുടങ്ങി. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ജനസംഖ്യാ ദിനം ആ ദിവസം ആചരിക്കുന്നതിന് വേണ്ടി കാരണക്കാരനായ ഒരു മലയാളിയുണ്ട്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഡെമോഗ്രാഫറാണ്. അദ്ദേഹത്തിന്റെ കൂടി നിർബന്ധത്തിന് വഴങ്ങിയാണ് ജൂലൈ 11 ജനസംഖ്യയെക്കുറിച്ച് അവബോധം നൽകുന്നതിന് ഇങ്ങനെ ഒരു ദിവസമാക്കി മാറ്റിയത്. ആരാണ് ആ മനുഷ്യൻ? കെ സി സക്കറിയ. ശരിയായ ഉത്തരവാണ്. അദ്ദേഹം ഡെമോഗ്രാഫർ ആണെന്ന് പറഞ്ഞു. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ് നിഷാൻ? ഡെമോഗ്രഫി. ശരിയായ ഉത്തരവാണ്. അപ്പോൾ നമ്മള് ഈ ജനസംഖ്യ പറഞ്ഞു, ജൂലൈ 11 കാര്യം പറഞ്ഞു. ജനസംഖ്യയുടെ കണക്കെടുപ്പിന് പറയുന്ന പേരെന്താ? സെൻസസ്. ലോക സെൻസസ് ദിനം എന്നാണ്? ജൂലൈ 11. അതായിരുന്നു അടുത്ത ചോദ്യം. നാഷണൽ സെൻസസ് ഡേ, ദേശീയ സെൻസസ് ദിനം എന്നാ? ഫെബ്രുവരി 9. വൈ? എന്തുകൊണ്ട്? സ്വതന്ത്ര ഇന്ത്യയിൽ നിബി ഒന്ന് പറഞ്ഞു. കാര്യം നിഷാൻ പറയുന്നത് പൂർണ്ണമായിട്ട് ക്ലിയർ ആകുന്നു. ആദ്യമായി സ്വതന്ത്ര ഇന്ത്യയിൽ സെൻസസ് നടന്ന ദിവസം എന്നാണത്? ഫെബ്രുവരി. എന്ന്? ഏത് വർഷം? 1800. സ്വതന്ത്ര ഇന്ത്യയിൽ 1800. 1951. ഓക്കെ, എന്തിനാ കൺഫ്യൂഷൻ വരുന്നത്? ഓരോ 10 വർഷം കൂടുമ്പോഴല്ലേ സെൻസസ് നടന്നുകൊണ്ടിരുന്നേ. 1951 ഫെബ്രുവരി 9 അല്ലേ? ഫെബ്രുവരി 9 ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ സെൻസസ് ദിനമായിട്ട് മാറുന്നത് ഫെബ്രുവരി 9. ഇനി ഏതെങ്കിലും ഒരു ക്വിസ് കോമ്പറ്റീഷൻ നിങ്ങളോടൊരു ചോദ്യം വരികയാണെന്ന് കരുതുക, ഇന്ത്യയുടെ ജനസംഖ്യാ ദിനം എന്ന്? ഫെബ്രുവരി 9 ഉത്തരം. ലോക ജനസംഖ്യാ ദിനമാണ് ചോദിക്കാറുള്ളത് ജൂലൈ 11. ഇന്ത്യയിലേക്ക് മാത്രം ചോദിച്ചാൽ ഫെബ്രുവരി 9 എന്നുള്ള ദിവസം ഓർത്തു വെക്കുക. ഓക്കെ, ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നു. ഇപ്പൊ നടക്കുകയാണല്ലോ. ഇപ്പോൾ നടക്കുന്നത് എത്രാമത്തെ സെൻസസ് ആണ്? 8ാമത്തെ. അല്ല, 9ാമത്തെ. ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയിലെ 16ാമത്തെ സെൻസസ് ആണ്. എത്രാമത്തെ സെൻസസ്? 16. കാരണം ഇന്ത്യയിൽ സമഗ്രമായ ഒരു ആദ്യത്തെ സെൻസസ് നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഡേറ്റ് 1887. നിഷാൻ, സെൻസസിന്റെ 87 നിബിക്ക് പറയാം? 1872. 1881 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സെൻസസ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സെൻസസ് നടക്കുന്നത് 1872 പക്ഷെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ സമഗ്രമായിട്ട് ആദ്യത്തെ 1872 സെൻസസ് എന്ന് പറയുന്നത് ലോർഡ് മയോ പ്രഭുവിന്റെ കാലത്താണ്. അതൊരു പ്രദേശത്ത് മാത്രം നടക്കുന്ന സെൻസസ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഉത്തരം പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ഏതാ? 1872 മയോ പ്രഭുവിന്റെ കാലത്ത്. ഇറ്റ്സ് ഓക്കെ. എന്റെ ചോദ്യം അതല്ലായിരുന്നു. ആദ്യമായി ഇന്ത്യയിൽ സമഗ്രമായി എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയെ മൊത്തം കണക്കാക്കിക്കൊണ്ടൊരു ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന വർഷം 1881 റിപ്പൺ പ്രഭുവിന്റെ കാലത്ത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ സെൻസസിന്റെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം എന്താ? ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് റിപ്പൺ പ്രഭു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം,
1881 നിഷാൻ ഒരു സംശയമൊക്കെ പ്രകടിപ്പിച്ചല്ലോ. 87 എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സെൻസസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ 1872 ഒഴികെ ബാക്കി എല്ലാം പറയുമ്പോൾ സെൻസസ് നടക്കുന്നത് 1881 മുതൽ 10 വർഷത്തെ ഇടവേളയിലാണ്. അപ്പോൾ ഡേറ്റ് മാറേണ്ട കാര്യമുണ്ടോ? 1881 കഴിഞ്ഞാൽ പിന്നെ 91, പിന്നെ 1901, 1911 അങ്ങനെ പോരുന്നേ. ആകെ വ്യത്യാസം വന്നത് ഏറ്റവും ഒടുവിലെ നമ്മുടെ 2021 സെൻസസ് ആണ്. അത് മാത്രം അന്ന് നടന്നില്ല, കാരണം കൊറോണ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്ത്യയില് സമഗ്ര സെൻസസ് 1881 ഒന്നാമത് നടന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് എന്ന് ചോദിച്ചാൽ ഉത്തരം 16. അപ്പൊ നിബി പറഞ്ഞ 8ന്റെ പ്രത്യേകത എന്താ? സ്വതന്ത്ര ഇന്ത്യയിൽ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയാം, കുറച്ചുകൂടെ ചുരുക്കി സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് എന്ന് ചോദിച്ചാൽ അത് 8ാമത്തെ. 1951, 61, 71, 81, 91, 2001, 2011, പിന്നെ 21 പകരം ഇപ്പോൾ 27. 26 ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ 27 സെൻസസ്. അതാണ് അടുത്ത ചോദ്യം. വൈ? 2026 സെൻസസ് നടക്കുന്നേ. പിന്നെ എന്തുകൊണ്ടാണ് സെൻസസ് 2027 എന്ന് പറയുന്നത്? അതെ, ഇപ്പൊ നടക്കുന്നത് സെൻസസിന്റെ ഭാഗമായിട്ടുള്ള വീടുകളുടെ കണക്കെടുപ്പാണ്. വീടുകളുടെ എന്യൂമറേഷൻ ആണ് നടക്കുന്നത്. ആളുകളുടെ കണക്കെടുപ്പ് നടക്കുന്നത് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. ഇനി നമ്മുടെ ജനസംഖ്യ തീരുമാനിക്കാൻ പോകുന്നത് 2027 മാർച്ച് 1 ബേസ് ചെയ്തുകൊണ്ടാണ്. സോ നമ്മുടെ സെൻസസിന് എത്ര, അത് ഏത് വർഷം? അപ്പോൾ അടുത്ത സെൻസസ് 2027. അവൻ ഉറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു പകുതി. 2027. ഓക്കെ, ഇത്തവണത്തെ സെൻസസിന് എന്തെങ്കിലും ഒരു മോട്ടോ ഉണ്ടോ? ഒരു ആപ്തവാക്യം എന്താ? Our census, our development. Our census, our development. Our development. നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം. നമ്മുടെ വികസനം. Our census, our development. ഓക്കെ, നമ്മുടെ സെൻസസ് നമ്മുടെ ഡെവലപ്മെന്റ്, അല്ല നമ്മുടെ വികസനം. ഒരു KSRTC ബസിന്റെ പുറകെ പോകുമ്പോൾ നോക്കിയാൽ മതി, അതിനകത്ത് ഇപ്പൊ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, മാസ്കട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്തു സംഭവം? പ്രഗതി. എന്താ സംഭവം? എന്താ അത്? നിങ്ങൾ അത് വ്യക്തമായിട്ട് പറ, ആളുകൾക്കൊന്നും മനസ്സിലായിക്കോട്ടെ. പ്രഗതി. ഓക്കെ, അപ്പം ആ ചിത്രങ്ങളിലൊക്കെ അതിന്റെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരാണും ഒരു പെണ്ണും അല്ലെ, 2 എന്യൂമറേറ്റേഴ്സ് ആണ്. അത് വികാസും പ്രഗതിയും. അവരാണ് ഇത്തവണത്തെ സെൻസസിന്റെ മാസ്കോട്ട്സ്. എങ്കിൽ ഇന്ത്യയിൽ സെൻസസ് നടപ്പാക്കുന്നത് ആര്? അതിന്റെ അതോറിറ്റി ആര്? രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ സെൻസസ് നടപ്പാക്കുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് കേട്ടോ. രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ. ഇത്തവണത്തെ മോട്ടോ, ഐ മീൻ ഹെൽപ്പ് ലൈൻ നമ്പർ അറിയാവോ? ഹെൽപ്പ് ലൈൻ നമ്പർ പറയൂ. ഇല്ല, അറിയില്ല, പറഞ്ഞു. 1855 1855. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. 1855 ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം. ഇന്ത്യയിലെ സെൻസസ് നടപ്പാക്കുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നത് ആരാണ്? ആര്? ആസ്ഥാനത്തല്ല, ആ സ്ഥാനത്ത് പറയൂ. മൃത്യുഞ്ജയ് കുമാർ. ജനനത്തിന്റെ കണക്കെടുപ്പ്, ജനങ്ങളുടെ കണക്കെടുപ്പിക്കുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ആളുടെ പേര് മൃത്യുഞ്ജയ്. ജയിച്ചയാളുടെ കുഴപ്പമില്ല, മൃത്യുഞ്ജയ് കുമാർ. ഓക്കെ, ഇത്തവണത്തെ 2027 സെൻസസിനൊപ്പം ജാതി സെൻസസ് നടക്കുന്നുണ്ട്. അതാണ് ഇത്തവണത്തെ സെൻസസിന്റെ പ്രത്യേകത. ഇന്ത്യയിൽ ഏറ്റവും അവസാനം ജാതി സെൻസസ് നടന്നത് ഏത് വർഷം? 1931. സമഗ്രമായിട്ട് ഇന്ത്യയിൽ ജാതി സെൻസസ് നടന്നത് അവസാനം 1931. ഇനി ഒരു കമ്മീഷൻ നടത്തിയിട്ട് അവർ പറഞ്ഞിരുന്നു 1961 മുതൽ ഇന്ത്യയിൽ വീണ്ടും ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് നിർദ്ദേശിച്ച ഒരു കമ്മീഷനുണ്ട്. ഏതാണ് ആ കമ്മീഷൻ എന്ന് പറയാമോ? കാക്ക കലേർക്കർ കമ്മിറ്റിയാണ് ശരിയായ ഉത്തരം. കാക്ക കലേർക്കർ കമ്മീഷനാണ്. എന്തൊരു ഇതാടാ ഇത്. ഇപ്പൊ കണ്ട രംഗം സെൻസർ ചെയ്യേണ്ടതും ഒപ്പം ഹൈജീന് നിരക്കാത്തതാണ്. എന്തുകൊണ്ടാ? മൈക്ക് വെക്കാതെ ഫാൻ
ഇടാതെയാണ് ഈ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പൊരി വെയിലത്ത് ചൂട് നല്ല ചൂടത്ത് 8 മണിക്കുള്ള പൊരി സെൻസറിങ് ഓക്കെ. സെൻസറിങ് മാത്രമല്ല ചൂടാണ്. ഞാനിപ്പോ നിർത്താം, 2 ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു നിർത്താം. ഓക്കെ. അപ്പം കാക്ക കലർക്കർ കമ്മിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ആദ്യം ജാതി സെൻസസ് നടന്നത് എവിടെയാണ്? ഒന്നാമത്തെ ചോദ്യം ബീഹാർ. ശരിയായ ഉത്തരം. ഒന്നാമത്തെ ചോദ്യം അതായത് നിഷാൻ 2 ചോദ്യം കഴിഞ്ഞാൽ നിർത്തും. അപ്പൊ 2 ചോദ്യങ്ങൾ കൊണ്ട് നിർത്തുകയാണ്. ഇത് നമുക്ക് ബാക്കി രണ്ടാമത്തെ എപ്പിസോഡിൽ ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം പൊതുവെ പറയുന്നത് നിഷാൻ ഏത് ജനറേഷൻ? നിബി ഏത് ജനറേഷൻ? ആണല്ലോ. ഞങ്ങൾ മില്ലേനിയൽസ് ആണ്. ഓക്കെ. ഒറ്റ ചോദ്യം. അങ്ങനെയുള്ള ജനറേഷൻസ് പലരും പറയാറുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, ജി എന്നൊക്കെ പറയാറുണ്ടല്ലോ. പലർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. ലാസ്റ്റത്തെ ചോദ്യം ഇതാണ്. പ്രധാനപ്പെട്ട ജനറേഷൻസ് ഏത്? അവയുടെ വർഷങ്ങൾ എവിടെ മുതൽ എവിടം വരെ പറഞ്ഞു? തുടക്കം പറ. ഗ്രേറ്റസ്റ്റ് ജനറേഷൻ ആണ്. അതിന് മുമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കണക്കാക്കിയിട്ടില്ല. എന്തുവാ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ? 1901 മുതൽ 1927 വരെ. അതാണ് ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. മഹത്തായ ജനറേഷൻ. എന്താ നിഷാൻ അങ്ങനെ ഒരു പേര് അവർക്ക്? ഈ ഗ്രേറ്റസ്റ്റ് ജനറേഷന്റെ സമയത്താണ് 1ാം ലോക മഹായുദ്ധമൊക്കെ വരുന്നത്. അപ്പൊ ആ സമയം ആയതുകൊണ്ട് അവരെല്ലാത്തിനും എതിരെ പൊരുതി ഒത്തൊരുമയോടെ സ്വന്തം കാര്യം നോക്കാതെ എല്ലാവരും നമ്മുടെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഗ്രേറ്റസ്റ്റ് ജനറേഷൻ. ഭയങ്കര മിടുക്കന്മാർ. ഓക്കെ. രണ്ടാമത്തത് ഗ്രേറ്റസ്റ്റ് ജനറേഷൻ യുദ്ധം അതിന്റെ പശ്ചാത്തലം എല്ലാം കഴിഞ്ഞ് വന്നപ്പോ പിന്നെ സൈലന്റ് ആയിപ്പോയി. സമാധാനപരമായ അന്തരീക്ഷം ആയതുകൊണ്ട് ആ ജനറേഷൻ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. അല്ല, 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമല്ലേ? പക്ഷെ അവരൊന്നിനോടും ആദ്യത്തെ കാലം കഴിഞ്ഞപ്പോ ഒരു പ്രതികരണ ശേഷിയൊക്കെ നഷ്ടപ്പെട്ട് പ്രതികരിക്കാതിരുന്നു. ഓക്കെ. ഏത് വർഷം മുതൽ? സൈലന്റ് ജനറേഷന്റെ വർഷം 1928 മുതൽ 1945 വരെ. ഓക്കെ. നെക്സ്റ്റ്. സൈലന്റ് ജനറേഷൻ കഴിഞ്ഞുള്ള അടുത്ത ജനറേഷനാണ് ബേബി ബൂമർ. എപ്പോ മുതൽ എപ്പം വരെ ബേബി ബൂമേഴ്സ്? ബേബി ബൂമർ 1946 മുതൽ 1964 വരെ. ബേബി ബൂമർ ജനറേഷൻ. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര്? അത് 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ആൾക്കാരെ തിരിച്ചവരവരുടെ നാട്ടിൽ പോകും, ഒട്ടാൾക്കാര് വീട്ടിൽ വരുന്നു, ഭാര്യമാരെ കാണുന്നു. ബേബി ബൂമർ കൂടുതൽ അല്ലേ? മാത്രമല്ല, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, കുഞ്ഞുങ്ങൾ ആന്റിബയോട്ടിക്സുകൾ വരുന്നു, അന്തരീക്ഷം ശാന്തമാകുന്നു, കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യയിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കിയ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായ വർഷമൊക്കെയാണ് അത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പണ്ട് ഈ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവുമ്പോ അമ്മമാര് മരിച്ചു പോയിരുന്നു. അമ്മമാരും കുട്ടികളും ഒക്കെ മരിക്കും, പ്രസവത്തോടെ കുഞ്ഞുങ്ങളും ഒക്കെ മരിക്കുമായിരുന്നു. അതല്ല ആ വ്യത്യാസം അല്ല, കറക്റ്റ് ആണ്. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ആ ജനറേഷൻ നമ്മൾ ബേബി ബൂമർ ജനറേഷൻ വിളിച്ചത്. ഓക്കെ. നെക്സ്റ്റ്. അടുത്തത് ജനറേഷൻ എക്സ്. ജനറേഷൻ എക്സ് എന്താന്ന് പോലും അറിയത്തില്ല അവർ, അതുകൊണ്ട് ജനറേഷൻ എക്സ്. ഇപ്പൊ 1965 അവർ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഏത് വർഷം വരെ? 2000 മുമ്പുള്ള വർഷം. 65 80 വരെയാണോ? 80 വരെ ആയിരിക്കും. ഞാനൊക്കെ എന്തായാലും അതെ 80 വരെയാണ്. 1965 മുതൽ 80 വരെ. അത് കഴിഞ്ഞ് നിങ്ങളാ മില്ലേനിയൽസ്. ഏറ്റവും പൊട്ട ജനറേഷൻ മില്ലേനിയൽസ്. നിങ്ങളുടേത് 1981 മുതൽ 1996 വരെ. ഇവരെ മില്ലേനിയൽസ് എന്ന് വിളിക്കാം. 1996. അതെ 1981 മുതൽ 1996 വരെ. മില്ലേനിയൽസിനെ പഠിത്തം കഴിഞ്ഞാൽ അവര് പുതിയൊരു ജീവിതത്തിലോട്ട് മീൻസ് അഡൽട്ട് ലൈഫിലോട്ട് കടന്നപ്പോ 2000 ആയി. പുതിയ മില്ലേനിയം. അതുകൊണ്ടാണ് പുതിയ മില്ലേനിയത്തിന്റെ ആൾക്കാരാണ് മില്ലേനിയൽസ്. ഓക്കെ. പിന്നെ ജെൻസി. എന്ന് മുതൽ എന്ന് വരെ? എന്ന് മുതൽ 1997 തൊട്ട് 2012 വരെ. 2012 വരെ. 97 മുതൽ 2012 വരെ. അത് കഴിഞ്ഞ മോനെ സെറ്റ് ജനറേഷൻ. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ, ഐസ്ക്രീം, മൊബൈൽ ഫോൺ, എല്ലാ സാധനങ്ങളും ഉണ്ട്. PS5, GTA 5 എല്ലാം ഞങ്ങളുടെ സ്വന്തം. ഏത് ജനറേഷൻ? ജനറേഷൻ ആൽഫ. ഓക്കെ. XYZ കഴിഞ്ഞു. ജെൻസി എന്ന് പറഞ്ഞാൽ Z ആണല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും
ഒന്നേ തുടങ്ങണം അല്ലേ? അതുകൊണ്ടാണ് ഗ്രീക്ക് ഭാഷയിലെ ആൽഫ നിങ്ങൾക്ക് കിട്ടിയത്, അതുകൊണ്ട് മാത്രം. ഓക്കെ, അത് എത്ര വീഡിയോ കോൾ അല്ല വീഡിയോ ഗെയിം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് സാറ്റ് കളി നേര അതൊന്നും അറിയില്ലല്ലോ. അതിന്റെ ജനറേഷൻ ഞങ്ങളായിരുന്നു. കളികളുടെ ലാസ്റ്റ് ജനറേഷൻ. നിങ്ങൾ ജനറേഷനെ കുറിച്ച് തർക്കിക്കൊന്നും വേണ്ട, മില്ലേനിയൽസ് കഴിഞ്ഞിട്ട് അതിനകത്തൊക്കെ ആളുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ടെക്നോളജിയും അറിയാം, ഈ പാരമ്പര്യവും അറിയാം, പൈതൃകവും അറിയാം, പ്രതികരണ ശേഷിയുള്ള ജനറേഷൻ ഞങ്ങളാണ്. ചർച്ചാ വിഷയം ഈ ആൽഫ ഈ ബീറ്റ കാലത്ത് പോലും, അത് പറയാതെ ബീറ്റ കാലത്ത് പോലും ചർച്ചാ വിഷയം ഞങ്ങളാണ്. അപ്പൊ ഞങ്ങളുടെ പ്രസക്തി അത്രയാണ്. നിങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ല. ഇവരുടെ വർഷം ജനറേഷൻ ആൽഫ 2013 മുതൽ 2024 വരെ. ഒത്തിരി കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആൽഫയുടെ പ്രശ്നം പറഞ്ഞു. മില്ലേനിയൽസ് എന്ന് വെച്ചാൽ ലോകത്ത് എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജനറേഷനാണ്. അതിനകത്ത് ഞാൻ ഒരു കാര്യത്തിലും ഡൗട്ട് പറയുന്നില്ല. അവര് വന്ന സമയം ദാരിദ്ര്യമായിരുന്നു, പട്ടിണിയായിരുന്നു. അവര് അതിനോടെല്ലാം അഡ്ജസ്റ്റ് ആയി. അത് കഴിഞ്ഞ് വന്നു നമ്മളെ സാറ്റ് കളി, നീന്തൽ, കുടിക്കൽ, ഇതെല്ലാം കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായപ്പോ TV വന്നു, www.com അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നു. അപ്പൊ നമ്മൾ അതിലോട്ട് ഇന്നായി അഡ്ജസ്റ്റ് ആയി. പിന്നെ എന്ത് വന്നു? മൊബൈൽ ഫോൺ വന്നു, സാറ്റലൈറ്റ് വന്നു, എല്ലാം വന്നു. അതിനോട് ഇവർ അഡ്ജസ്റ്റ് ആയി. ഇപ്പൊ AI വന്നു, എന്തൊക്കെയൊക്കെയോ വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അതിനോടും അഡ്ജസ്റ്റ് ആയി. ഇനി മാത്രമല്ല, ഇതെല്ലാം ഉപയോഗിക്കുന്ന പുതിയ ജനറേഷൻ ആൽഫ ബീറ്റ ഇസഡ് ഒക്കെ വരുന്ന തല്ലിപ്പൊളി കുട്ടികളുണ്ടല്ലോ, അവരോടും ഞങ്ങൾ അഡ്ജസ്റ്റഡ് ആയി. അവരോടും. സോ മില്ലേനിയൽസ് ഓക്കെ നിങ്ങൾ ആൽഫ കഴിഞ്ഞല്ലോ, ഡേറ്റ് പറയും. ബീറ്റ 2012 മുതൽ 2013 മുതൽ 24 വരെ. ഇപ്പം ജനറേഷൻ ബീറ്റയാണ്. അത് 2025 മുതൽ 2039 വരെ ജനറേഷൻ ബീറ്റ. ഓക്കെ, എന്തായാലും ഇത്രയും നല്ല ചോദ്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡ് ഉണ്ട്, എല്ലാത്തിലും അടുത്ത എപ്പിസോഡ് ഉണ്ട്. അതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത. പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മളെ ജനസംഖ്യയെ കുറിച്ച് മാത്രമല്ല ഇഷ്ടംപോലെ സാധനങ്ങൾ ഇടാറുണ്ടല്ലോ. അതില് നമ്മളെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി പ്രത്യേകമായ ഒരു ഗ്രൂപ്പ് റെഡി ആക്കിയിട്ടുണ്ട്, പത്രങ്ങളിലൂടെ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതിന്റെ പ്രത്യേകത ഡെയിലി ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജുകളും ഫോട്ടോസുമായി ഗ്രൂപ്പിൽ അയക്കാറുണ്ട്. ഒരു ദിവസം 1 രൂപ ഫീസ് എന്ന രീതിയിൽ 365 രൂപ ഒരു വർഷത്തേക്ക്, അതാണ് ഫീസ്. ആ ഫീസ് അടച്ചാൽ നമ്മൾ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പോളി ഗ്രൂപ്പാണ്, നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാവുന്നതാണ്. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ചേരുക. ഓക്കെ, അപ്പം താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഫീസ് അടച്ച് ഇതേ നമ്പറിലേക്ക് തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. ഈ വേൾഡ് കപ്പ് കാലത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.